ഇത് ആരാ നോക്കിയേ? കണ്ണും തുറന്നേ. പെൺകുഞ്ഞാ. കരച്ചിലൊക്കെ ഇനി പിന്നെ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങി, താരാട്ടും പാട്ടിൽ മണത്തത്തയുറങ്ങി, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിവാതിലിൽ എന്റെ മുട്ടില. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. സ്കൂളിൽ ഒറ്റക്കാക്കിട്ട് പോരുമ്മ. ഉമ്മാന്റെ കുഞ്ഞോള് പഠിച്ചിട്ട് നല്ല കുട്ടിയാവണ്ടേ? കൊറേ പാട്ടും കഥയും ഒക്കെ പഠിക്കണ്ടേ? വേണ്ടേ? കൊറേ ഫ്രണ്ട്സ് ഒക്കെ വേണ്ടേ? അപ്പൊ പിന്നെ സ്കൂളിൽ പോണ്ടേ? എന്തിനാ ഈ വരെയാണ്? നമ്മൾ സന്തോഷിക്കല്ലോ വേണ്ട. ഇതിപ്പോൾ അന്ന സ്കൂളിൽ കൊണ്ടുപോയാക്കിയ മാതിരിയാണല്ലോ. നാളെ നമ്മളെ മോളും പഠിച്ച് വലിയ ആളാവേണ്ടതല്ലേ. അപ്പം ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം. ഇക്ക ഇതാരാ വന്ന് നോക്കിക്കാണി. അല്ല പച്ചോനെ, ഉമ്മാന്റെ ചക്കരക്കുട്ടിയല്ലേ? എന്തമ്മച്ചിന്റെ കുട്ടിന്റെ കയ്യില് ട്രോഫി ഒക്കെ ഉണ്ടല്ലോ പച്ചോനെ. മാഷാഅല്ലാ, അപ്പച്ചിന്റെ കുട്ടി മിടുക്കിയാണല്ലോ. ഉമ്മ, ഞാൻ പോവാട്ടോ. ആ അമ്മാന്റെ നോക്കി പോയി വാ. ഉമ്മ, ഒരു സംഭവം ഉണ്ടായി. എന്താന്നറിയോ? കഥയൊക്കെ പിന്നെ പറയും. അവിടെ പോയെന്ന് കുടിച്ചാ. ഈ കുട്ടി ഇതെവിടെയാണ്? കുഞ്ഞോളെ ഇങ്ങോട്ട് വാ, ഇത് വന്ന് കഴിച്ചാ. ഇതെന്നാല് ഞാൻ വന്നോളാ, ഇന്നിങ്ങനെ വിളിക്കണ്ട. വല്ലാത്തൊരു കുട്ടിയാണ്. ഏത് നേരം ഈ ഫോണിൽ കളിയല്ലേ. ഈ ഒരു ഫോണിൽ കളിയോടാണെങ്കിൽ ഇല്ലാത്ത തലവേദന ഇല്ല, മാർക്കും ഇല്ല, ഊണ് ഉറക്കമില്ലാത്തൊരു കളി. എന്തൊരു ഫോണിൽ കളിയാണിത്? മര്യാദ ഫോണും കിട്ടുക തന്നെ. ഞങ്ങൾക്ക് ഫോണില്ല. ഒന്ന് മാറി നാണി, ദേഷ്യം മുട്ടിക്കാനായിട്ട്. ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് അവളും ചുവട് വെക്കുകയാണ്. ഇനി പുതിയ ലോകം, പുതിയ അധ്യായങ്ങൾ, പുതിയ ചുറ്റുപാടുകൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മളെ കുട്ടീനെ ആദ്യമായിട്ട് കൈ കിട്ടിയത്. എന്നിപ്പോൾ വലുതായി. ശരിയാ, ഒന്ന് കണ്ണു തുറന്ന് തിരിഞ്ഞപ്പോഴേക്കും 10ാം ക്ലാസ്സും കഴിഞ്ഞ്. പിന്നല്ല അതിൻ്റെ മട്ടത്തിന് നടന്നോളൂ. ഇതപ്പോൾ +1 എത്തിയുള്ളൂ. ഞാനാണെങ്കിൽ അവള് ഫോണിൽ കളിക്കുമ്പോഴൊക്കെ ഓളെ പിന്നാലെ നടന്നോരോന്നും പറഞ്ഞു. ഓളെ ഭാവി ഓർത്തിട്ട് തന്നെ, അല്ലാണ്ടപ്പോൾ എന്താ. അതിൻ്റെ കുട്ടിക്കാണെങ്കിൽ നല്ലോണം വിഷമിക്കണ്. ഓളെ കണ്ടറിഞ്ഞൂടെ? ഓളെ കണ്ണ് നിറയണൊക്കെ ഞാനന്ന് കണ്ടിക്കണ്. എൻ്റെ കുട്ടിക്ക് പിന്നെ പറ്റാണ്ടായെന്നാവും. പിന്നെ പണ്ടത്തെ പോലെ ഓളൊപ്പം ഇരുന്നിട്ട് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടി കിടന്നറിയിക്കണോന്നാവും. അങ്ങനൊന്നുമില്ല. എങ്ങനെയായാലും ഓള് നമ്മളെ കുട്ടിയല്ലേ, അതൊക്കെ വിട്ടയ്യ. ഹായ്, തന്നോട് പുതിയതാ? ആ, ഇന്ന് വരിക. കൂടെ വന്നത് ഉമ്മയാണോ? ആ, എൻ്റെ ഉമ്മയാ. എടോ, താനെന്താടോ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ഏയ്, അങ്ങനൊന്നുമില്ല. ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഇവിടെ നല്ല രസമാണ്, നമുക്ക് അടിച്ചു പൊളിക്കാടോ. അല്ലാഹുവേ, എൻ്റെ കുട്ടീനെ കാക്ക് റബ്ബേ. എല്ലാ മുസീബത്തൊന്നും കാക്ക് റബ്ബേ. എല്ലാ ഷെറൊന്നും റബ്ബേ എൻ്റെ കുട്ടീനെ നീ ഒരാപത്തും വരുത്താതെ കാക്ക് റബ്ബേ. ഞാൻ തന്നെ ചെറുപ്പത്തിൽ കുറേ ഇടങ്ങാറായി, കുറേ കഷ്ടപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ കുട്ടീനെ അതിനൊന്നും പെടുത്താതെ നല്ല നിലയിൽ ആക്ക് റബ്ബേ. അവൾക്ക് എന്തേലും ഇടങ്ങാറ് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ എനിക്ക് താട്ട് റബ്ബേ. ഞാൻ അനുഭവിച്ചോളാം റബ്ബേ. പരീക്ഷണങ്ങളൊക്കെ എൻ്റെ മേല് തന്നോളി റബ്ബേ. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക.
മോളെ എൻ്റെ കുഞ്ഞോളെ അവിടെ ഉണ്ടോ എന്ന് നോക്കൂ. ഇവിടെ ഉണ്ടല്ലോ ഉമ്മ. കുറേ നേരമായിട്ടോ ഞാൻ വിളിക്കണു, പക്ഷെ കിട്ടണില്ല. ഈ ഒന്ന് നോക്കൂ. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. വിളിക്കാൻ പറയാ. എടോ ഉമ്മ കുറേ വിളിച്ച് പറഞ്ഞല്ലോ, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഈ ഒന്ന് പോയ മോളെ, ഫുഡ് കഴിച്ചോ, സുഖല്ലേ, ഇതൊക്കെ ചോദിച്ച് വെറുപ്പിക്കാനല്ലേ. അതിലൊന്നും വലിയ കാര്യമില്ല. അടുത്തുള്ളപ്പോൾ എന്നെ ശ്രദ്ധിക്കാനോ കേൾക്കാനോ നിൽക്കാതെ ഇപ്പം ഇനി കുറേ വിളിച്ച് അന്വേഷിച്ചാൽ മതി. വീട്ടിലായാലും വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊന്നും വയ്യ, വെറുതെ സ്വസ്ഥത കളയാം. എന്താടോ, ഉമ്മയും ഉപ്പയും ഉള്ളപ്പോഴല്ലേ അതൊക്കെ അന്വേഷിച്ച് ചോദിക്കാൻ ആളുണ്ടാവുള്ളൂ. ചൊന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നെപ്പോലെ ഉമ്മാന്നൊന്ന് വിളിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. അവൾക്ക് വരുമ്പോഴേ എനിക്ക് ഇല്ലായ്മേൻ്റെ വേദന മനസ്സിലാവും. നിന്നെ ഇങ്ങോട്ട് കൈപിടിച്ച് കയറ്റാൻ നിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ഈ അനാഥ ഒറ്റക്കാടോ കയറിയത്. ഇന്നേ വരെ എൻ്റെ സുഖം അന്വേഷിക്കാൻ തിന്നോ കുടിച്ചോ പോലും അറിയാൻ ആരും വന്നിട്ടില്ല. നമ്മളൊക്കെ ജനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഒരു നമ്മളെന്ത് പഠിപ്പിക്കണം, ആരാക്കണം, എങ്ങനെ വളർത്തണം, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് വേണ്ടിയുള്ള കണക്കൂട്ടലായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ആരെങ്കിലും കയ്യിൽ നല്ല നൽകി ഏൽപ്പിക്കുന്നവരെ അവർ നെട്ടോട്ടോടിയിരിക്കും. അതിനിടയിലും പലതും വിട്ടുപോയിരിക്കും. എന്നാലും നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നില്ലേ? അപ്പാ നീ വെറുതെ മനസ്സ് വേദനിപ്പിച്ച് കളയരുത് കേട്ടോ. എനിക്കതൊക്കെ നല്ലോണം മനസ്സിലാവുള്ളൂ. എനിക്കിതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്നെപ്പോലെ ഉമ്മാൻ്റെ തണലില്ലാതെ വളർന്നു വരണം. ശരിയാ, എൻ്റെ ഉമ്മാനെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ ഓരോ സാഹചര്യം ഓർക്കുമ്പോൾ ശരിക്കും എല്ലാം എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതും. നാളെ തന്നെ ഉമ്മാനെ കാണാൻ പോകണം. നന്നിച്ച് പോയിട്ട് നല്ല സന്തോഷമായിട്ട് ഉമ്മാനെ കണ്ടിട്ട് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കൊണ്ടുവരണം കേട്ടോ. ഉമ്മ 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 നീക്കുമ്മ ഉമ്മ. കുഞ്ഞോളെ ഉമ്മാൻ്റെ കുട്ടി ഇത് കൂടി കഴിച്ചാ എന്നാ കഴിച്ചാ ഇത് കഴിക്ക് കഴിക്ക് കഴിക്ക്. ഉമ്മാടെ കുട്ടി കഴിച്ചാ. ഉമ്മാൻ്റെ കുട്ടി കഞ്ഞാണ് കുടിച്ചാണീ. ദൈ ചൂട് കഞ്ഞി അച്ചാറും പപ്പടങ്ങൾ കുടിച്ചെൻ്റെ കുട്ടിയുടെ പനിയൊക്കെ കൊണ്ട് പമ്പ കടക്കും. നിങ്ങൾ കുടിച്ചാ ഉമ്മ ഷോള് കണ്ടാ? ഫുഡ് റെഡിയായമ്മ? ഉമ്മ ഇത് ബുക്കോടമ്മ. ഉമ്മ ഇത് ഷോളോടമ്മ. പിന്നെ കണ്ടോ ഇത് ടിഫിനോടമ്മ. അതിപ്പോ റെഡിയാക്കി വെച്ചില്ലേ? കുഞ്ഞോളെ കുറേ നേരമായിട്ടോ ഞാൻ വിളിക്കണു. മര്യാദക്ക് ഇങ്ങോട്ട് കയറിക്കോ. ആ വെയിലത്തും കളിച്ചിട്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വന്ന എൻ്റെ അടുത്ത് കിട്ടുട്ടോ. ഇങ്ങോട്ട് കയറ്. ഇപ്പൊ എല്ലാത്ത അസുഖം ഒന്നും ഉണ്ടാവില്ല വെയിലത്ത് കളിച്ചിട്ട്. ഇങ്ങോട്ട് വന്നാണീ കുഞ്ഞോള് ഇങ്ങോട്ട് വാ. സ്നേഹിക്കുക, പരിഗണിക്കുക. നീ ചിതലരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉമ്മ എന്ന വിളിക്ക് ഉത്തരം നൽകാൻ ഇനി ആരുമില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം. ഒന്ന് തലോടാനും മുത്തം കൊടുക്കാനും എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാൻ ഒരു മോനോ മോളോ ഇല്ലാത്തൊരവസ്ഥ. ഒരിക്കൽ മൂസ അലൈഹിസ്സലാം നടക്കുമ്പോൾ ആ കാലൊന്നിടറി. അപ്പോൾ പഠിച്ചോൻ പറയാ, മൂസ നീ ഒന്ന് ശ്രദ്ധിക്കണം. നിനക്ക് വേണ്ടി ഉയർത്തിയ ആ ഉമ്മാന്റെ കൈകൾ ഇന്നില്ല കേട്ടോ. ഒരു കവി അമ്മയെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: കൂട്ടുകാരാണ്. വേനൽക്കാലത്തല്ലേ നാം മഴയെ ഏറെ പ്രണയിക്കുന്നത്. മഴയത്തല്ലേ വേനലിനെ നാം ഏറെ ഇഷ്ടപ്പെടുന്നത്. അമ്മയും അങ്ങനെ തന്നെയാ. കൂടെയുള്ളപ്പോൾ എന്നും ഉപദ്രവവും തല്ലും വഴക്കും മാത്രമായിരിക്കും. അതൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒന്ന് കാണാൻ ആ മൈലാഞ്ചിൻ്റെ മണമുള്ള മണ്ണിലേക്ക് പോയി നോക്കാൻ വരും. അപ്പോൾ ഉമ്മ എന്നുള്ള വിളിക്ക് മൗനം മാത്രമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മകൾ അറിയാൻ ഒരു ഉമ്മ എഴുതുന്നു: നിന്നെ പ്രസവിച്ച് ഈ കൈകളിൽ കിട്ടിയപ്പോൾ നിന്റെ കൈകളൊന്ന് വിറച്ചിരുന്നു. നിന്റെ
ആ ചോര മുഖം ഒന്ന് കാണാൻ കഴിയാത്ത അത്രയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്ക് ആരെയായിട്ട് പാലൂട്ടിയപ്പോ ഈ ലോകം മൊത്തം വെട്ടിപ്പിടിച്ചത്ര സന്തോഷമായിരുന്നു എനിക്ക്. പിച്ച വെച്ച് വെച്ച് നടക്കുമ്പോൾ നീ വീഴോന്ന് പേടിച്ച് എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞിരുന്നു. ഇപ്പോൾ നീ വളർന്നു. നിന്റെ ഓരോ മാറ്റവും എന്നെ എത്ര സന്തോഷിപ്പിക്കുന്നുണ്ടെന്നറിയോ നിനക്ക്? നിന്റെ ഉമ്മ എന്നുള്ള ശബ്ദം കേൾക്കാൻ ഞാൻ കൊതിച്ചത്. നിന്നോടുള്ള സ്നേഹം അത്രയും സ്വാർത്ഥതമായിരുന്നു. അതുകൊണ്ടാ നീ ഒന്ന് വഴി തെറ്റുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നത്. അല്ലാതെ നിന്നെ വെറുത്തിട്ടല്ല. ഏത് ഉമ്മാക്ക മക്കളെ വെറുക്കാൻ കഴിയാ? നീ പറ. ഇപ്പോൾ നീ വിളിക്കാതിരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് എന്തേലും പറ്റിയോ എന്നുള്ള വേദന മാത്രമാണ് എൻ്റെ നെഞ്ചിൽ. എൻ്റെ മക്കളില്ലാത്ത ലോകം എനിക്ക് തരല്ല റബ്ബേ എന്ന മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നീ ഇല്ലാത്ത ലോകം എനിക്കെന്തിനാ? നീ ഒന്ന് പിണങ്ങിയാ തളർന്നു പോകുന്നത് ഞാനല്ലേ? നിനക്ക് വേണ്ടതെന്താ അതെല്ലാം ഞാൻ തന്നോളാം. ഇനി നിനക്ക് നിന്റെ ജീവൻ ആവശ്യമാണോ? എന്നാൽ പോലും ഞാൻ തയ്യാറാണ്. വയസ്സാകുമ്പോൾ എനിക്ക് പറക്കണം നിന്റെ ചിറകിലേന്തി എന്ന് സ്വന്തം നിന്റെ ഉമ്മ. ഒരിക്കൽ ഒരു നാടോടി കുട്ടി പാടവരമ്പത്ത് അങ്ങനെ നിന്ന് കരയാണ്. ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാ, എൻ്റെ ഉമ്മാനെ കാണാനില്ല. നിന്റെ ഉമ്മാനെ കാണാൻ എങ്ങനെയാ? അവർക്ക് അന്വേഷിക്കാൻ വേണ്ടി അവർ ചോദിച്ചു. എൻ്റെ ഉമ്മ ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീയാ. നല്ല ഭംഗിയുള്ള കണ്ണുണ്ട്, വലിയ മുടിയാ. അങ്ങനെ അവൻ വർണ്ണിച്ച് തീർത്തപ്പോഴേക്കും അവൻ്റെ ഉമ്മ തിരിച്ചെത്തിയിരുന്നു. ആളുകളൊക്കെ നോക്കുമ്പോൾ ആ നാട്ടിലൊരു വിരൂപിയായൊരു സ്ത്രീയായിരുന്നു അവർ. ഒന്ന് കൊഞ്ചിക്കാനും തലോടാനും ഉമ്മ എന്ന് വിളിച്ച് ഓടി വരാനും ഊട്ടാനും ഉറക്കാനും വാർദ്ധക്യം ബാധിച്ച ആ വിറക്കുന്ന കൈകൾ തലോടി എൻ്റെ ഉമ്മാക്ക് എന്തേലും വേണോന്ന് ചോദിക്കാനും ഒരു പിഞ്ചോമനില്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പ്രിയപ്പെട്ട ഉമ്മാനോട്, സ്വന്തം മകൾ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഉമ്മ. ഞാൻ പലപ്പോഴും കയർത്തും ശബ്ദത്തിലും സംസാരിക്കാറില്ലേ ഉമ്മ? അതൊരിക്കലും വെറുപ്പ് കൊണ്ടായിരുന്നില്ല. ഇണങ്ങിയാലും പിണങ്ങിയാലും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് കൊണ്ടാ ഉമ്മ. എനിക്കറിയാം നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് ഓരോ നോട്ടത്തിൽ പോലും അറിയാൻ കഴിയുന്നുണ്ട് ഉമ്മ. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് എനിക്ക് വേണ്ടി ജീവിക്കുന്ന കാണുമ്പോൾ ഉള്ളിലൊരു കുത്തല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ മറന്നു പോവാ പലപ്പോഴും. ഉമ്മ, ചില സമയത്ത് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷം ഏതാണെന്നറിയോ? നിങ്ങളുടെ എല്ലാം മറന്നുള്ള ചിരി കാണുമ്പോഴാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാണെന്ന് ഞാൻ ഏറെ കൊതിക്കുന്നുണ്ട്. പിച്ച വെച്ച് നടക്കുമ്പോൾ വീഴാതെ കാത്തു സൂക്ഷിച്ച കൈകൾ ഇപ്പോഴും എപ്പോഴും താങ്ങായി ഉണ്ടാവില്ല ഉമ്മ. ആ വിശ്വാസം മതി എനിക്ക് ഈ ജീവിതം അത്രയും ജീവിച്ചു തീർക്കാൻ. എനിക്കൊന്ന് വേദനിക്കുമ്പോഴേക്ക് സ്വന്തം വേദന മറന്ന് ഓടി വന്ന് എന്നെ സ്വാതന്ത്ര്യപ്പിക്കാനും താങ്ങും തണലുമായി എൻ്റെ കൂടെ നിന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഉമ്മ. ഉമ്മ, എനിക്ക് നിങ്ങളുടെ കാലത്ത് മരിക്കാൻ പേടിയാ, നിങ്ങളില്ലാത്ത കാലത്ത് ജീവിക്കാനും. എന്നെ സ്നേഹത്തോടെ സ്വന്തം മകൾ. അസ്സലാമു അലൈക്കും.